എന്ത് പറ്റി? എഴുന്നേക്കാൻ വയ്യേ? അയ്യോ. കുട്ടികളുടെ രണ്ടുപേരെയും സ്ക്രീൻ ടൈം ഇച്ചിരി കൂടുതലായതുകൊണ്ട് വൈകിട്ട് അവർ പുറത്തു കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പരിപാടി. എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴുള്ള ഒരു മടുപ്പും പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വീടിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഒരു ഭാഗത്ത് ക്രിക്കറ്റും മറ്റൊരു ഭാഗത്ത് ഫുട്ബോളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈയിങ് ഡിസ്കുമായിട്ട് ഒരു മൂലയ്ക്ക് പോയി. ഈ വെയിലത്ത് ഇങ്ങനെ കളിച്ച് കുട്ടികൾക്ക് ടാൻ അടിക്കത്തില്ലേ ആവോ. കുറച്ച് നേരം എന്താ ഈ ഫ്ലൈയിങ് ഡിസ്ക് അങ്ങും ഇങ്ങും എറിഞ്ഞൊക്കെ കുറേ നേരം കളിക്കും. കുറച്ച് നേരം അവിടെയൊക്കെ ഓടും. തൊട്ടപ്പുറത്തുള്ള ഒരു ഓപ്പൺ ജിംനേഷ്യത്തിൽ പോയി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ. വാമി എന്തോ ഇന്ന് നല്ല മൂഡിലല്ലായിരുന്നു ഗൈസ്. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ക് വിഷറിയായി. പിന്നെ കാശിക്കുട്ടൻ ചാടി ചാടി നടക്കായിരുന്നു. താഴെ വീഴൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആര് കേൾക്കാനായിട്ട്. കാശിക്കുട്ടൻ ആകെ ചാടി കളിക്കുന്ന കൊച്ചുരാമനായിരുന്നു അവിടെ. അവൻ കളിക്കട്ടെ, വീഴാണ്ട് നോക്കാൻ മതിയല്ലോ എന്ന് മനുച്ചേട്ടൻ. എന്തെങ്കിലും ആകട്ടെ എന്ന് ഞാനും. കാശിക്കുട്ടൻ എന്താണോ ചെയ്യുന്നത് അത് അതേപടി അനുകരിക്കുകയായിരുന്നു വാമി ചെയ്തിരുന്നത്. ഗ്രൗണ്ടിൽ ഓട്ടവും ചാട്ടവും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കസരത്ത് ദാ ഈ ഓപ്പൺ ജിമ്മിലാണ്. ഇതെന്തോ ഊഞ്ഞാലാണെന്നാണ് വാമിയുടെ വിചാരം. സത്യത്തിൽ കൊച്ചി ഒരു ലൂപ്പാണ്. സോ വി ലവ് കൊച്ചി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കടയിൽ കയറുന്നത് ഒരു പതിവാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് പതിവ് തെറ്റാണ്ട് നടക്കുന്ന ഒന്നാണ് ഈ രാത്രി സഞ്ചാരം. ഇതെല്ലാം നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വീടുകളാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.